Hello friends, welcome to channel goodhappenshereajay channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉള്ളത് നല്ലതാണോ പൊട്ടയാണോ എന്നാണ്. അതായത് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഭയങ്കര ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരെയും ഒരു മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് എന്തായാലും ഉണ്ടായിരിക്കും. അതായത് സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ വേറെ ടൈപ്പ് അക്കൗണ്ട്സുകൾ എന്തായാലും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒന്നിൽ കൂടുതൽ മിനിമം എന്തായാലും 2 ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ പോരാത്തിന് ഇപ്പോൾ ഇഷ്ടംപോലെ സീറോ ബാലൻസ് അക്കൗണ്ടും അതുപോലെ തന്നെ ന്യൂ ബാങ്കിങ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ട് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ്. അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി നല്ലതാണ് പൊട്ടണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതൊരു അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ഈസിയായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടാണ്. നിങ്ങൾക്ക് URL കാണുന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിംഗ് ഒറിജിനൽ എളുപ്പമാക്കുള്ള വെബ്സൈറ്റ് തന്നെ ആയിരിക്കും നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാൻ നമുക്ക് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ്സുകളുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ATM കാർഡ് നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഇവിടെ കിട്ടുന്ന സംഭവമാണ് ATM കാർഡ്. അപ്പോൾ ATM കാർഡിന് നമുക്ക് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഡെയിലി ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം ഇത്ര എമൗണ്ട് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ATM കാർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. എന്ന് വെച്ചാൽ ഒരു ATM കാർഡിന് ഓരോ ഡിപ്പെൻഡ്സ് അപ്പോൾ എന്ന ടൈപ്പ് ഓഫ് ഡെബിറ്റ് കാർഡ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ചിലതിന് നമുക്ക് ഒരു ദിവസം 10,000 പറ്റുള്ളൂ, ചിലതിന് 20,000 പറ്റുള്ളൂ, അങ്ങനെ ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ATM കാർഡ്സ്, അതായത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ATM കാർഡും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, നമുക്ക് ട്രാൻസാക്ഷൻസ്, അതായത് നമുക്ക് വിഡ്രോവൽ എമൗണ്ട് കൂട്ടാൻ പറ്റും. അതൊരു പോയിൻ്റാണ്. പിന്നെ നമുക്ക് പോരാത്തന്നെ നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്കിപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ UPI റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് UPI പേയ്മെൻറ്റ്സും ലിമിറ്റേഷൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഓരോ ബാങ്ക് അനുസരിച്ചാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ വരുന്നത്. അപ്പോൾ അത് നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ATM കാർഡിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഓരോ ബാങ്ക് അക്കൗണ്ട്സിനും ATM കാർഡിനും ഓരോ ഓഫേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഓഫേഴ്സ് നമുക്ക് ഇത് ത്രൂ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു ബെനിഫിഷ്യൽ ഉള്ള സംഭവമാണ്. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ അവരുടെ സെർവർ ഡൗണോ അല്ലെങ്കിൽ മെയിൻ്റനൻസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടില്ലേ. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇല്ല വേറെ. അപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് എടുക്കാൻ ഒരു ഓപ്ഷൻസ് കൂടുതലാണ്. അതായത് നമുക്കിപ്പോൾ 2-3 ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രാഞ്ചിൽ പോയിട്ട് പോലും ചിലപ്പോൾ ക്യാഷ് ഇല്ലാത്ത സ്ഥിതിയാണെങ്കിൽ നമുക്ക് വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബാങ്കായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ നമുക്കത് അതൊരു ബെനിഫിഷ്യലാണ് വേറെ. പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിന് ഒരു ബാങ്ക് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടക്കാൻ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം. നോർമൽ നമ്മുടെ വീട്ടു ചിലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ബാക്കിയുള്ള വേറെ ചിലവുകൾക്ക് നമുക്ക് വേറൊരു ബാങ്ക് അക്കൗണ്ട് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു ട്രാക്കബിൾ ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് വെക്കാൻ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് നമുക്കുള്ള ബെനിഫിറ്റ്സ്. ഇനി മെയിനായിട്ട് നമ്മുടെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടോയെന്നാണ്. ശരിക്കും ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് ഉണ്ട്. അപ്പോൾ മിനിമം ബാലൻസ് കുറേ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് മിനിമം ബാലൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചില അക്കൗണ്ടിന് 5,000, ചിലതിന് 10,000. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടുകളിലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈ എമൗണ്ട് അതിൽ ഇട്ട് എന്ന് വെച്ചാൽ ഒരു 10,000 നമുക്കിപ്പോൾ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഒരു 3 അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ 3 അക്കൗണ്ടിൽ നമ്മൾ 10,000 എമൗണ്ട് ഒരു ഫിക്സഡ് പോലെ ഇട്ട് വയ്ക്കണം. അപ്പോൾ നമുക്ക് ആ ലിക്വിഡ് ക്യാഷ് നമ്മുടെ നിന്ന് പോവാണ്. അപ്പോൾ നമുക്ക് പകരം നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആ ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡിലേക്ക് ഇടാം, മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് റിട്ടേണും വേറെ കിട്ടും. പക്ഷേ ഇത് റിട്ടേൺ കുറവുള്ള നമ്മുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ കൊടുക്കുമ്പോൾ അതൊരു ബ്ലോക്കായി കിടക്കുന്ന പോലെയാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ്, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ്. പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വരുന്നത് ITR ഫയൽ ചെയ്യുമ്പോൾ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബാങ്കിൻ്റെയും ഡീറ്റെയിൽസ് അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടിയതൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ചെറിയൊരു എന്താ പറയുക, ഒരു നെഗറ്റീവാണ്. അത് അത്രേ ഉള്ളൂ, കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്, കോൺ അത്രേ ഉള്ളൂ. പിന്നെ വേറെ മേജറായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് വെക്കുന്നതിന് വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. എന്താ വെച്ചാൽ കുറേ ബാങ്ക് അക്കൗണ്ട്സ് ഉള്ളത് നമ്മുടെ വേറെ ഒന്നിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ സിബിലിന് എന്തായാലും എഫക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സിബിലിന് വലിയ കണക്ഷനൊന്നും ഇല്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞാൽ സിബിലിനൊന്നും എഫക്റ്റ് ചെയ്യില്ല കേട്ടോ മൾട്ടി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായതിന്. എന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ
ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സിവിൽ. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ടും തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല. അപ്പോൾ ഇത് വേറെ നമുക്ക് ഇതിന് വലിയ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മളൊരു എന്താ പറയുക മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടായാൽ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ഒരു ആൻസർ. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടുണ്ട് TWS കാര്യങ്ങളൊക്കെ കാണാൻ മറക്കണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഞാൻ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.